സൈബർ ആക്രമണത്തിൽ സിപിഎം നേതാവ് കെ.ജെ. ഷൈനും വൈപ്പിൻ എം.എൽ.എ. കെ.എൻ. ഉണ്ണികൃഷ്ണനും നൽകിയ പരാതികളിൽ പ്രത്യേക അന്വേഷണ സംഘം നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. പോലീസ് സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചെന്നും സ്ത്രീകളെ ഓർത്ത് അഭിമാനം തോന്നുന്നെന്നും കെ.ജെ. ഷൈൻ പറഞ്ഞു. കെ.എൻ. ഉണ്ണികൃഷ്ണൻ എം.എൽ.എ. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകി. മുഖ്യപ്രതികളായ കെ.എം. ഷാജഹാനെയും സി.കെ. ഗോപാലകൃഷ്ണനെയും വൈകാതെ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് സൂചന. സിപിഎം നേതാവ് കെ.ജെ. ഷൈനും വൈപ്പിൻ എം.എൽ.എ. കെ.എൻ. ഉണ്ണികൃഷ്ണനും എതിരെയുള്ള സൈബർ ആക്രമണ പരാതികളിൽ മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് വിശദമായ അന്വേഷണം നടത്തുന്നത്. കൊച്ചി സൈബർ ഡോം, കൊച്ചി സിറ്റി, കൊച്ചി റൂറൽ ഡിവിഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട്. പോലീസ് സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചെന്നും സ്ത്രീ എന്ന നിലയിൽ അഭിമാനമുണ്ടെന്നും ഷൈൻ പറഞ്ഞു. സ്ത്രീ പുരുഷ ലൈംഗികത നടുറോട്ടിലേക്ക് വലിച്ചഴയ്ക്കാതിരിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണമായിരുന്നുവെന്നും അവർ വ്യക്തമാക്കി. അഭിമാനം കൊള്ളുന്നു കേരളത്തിലെ സ്ത്രീകളെ ഓർത്ത്. കാരണം വലിയൊരു പ്രതിസന്ധിയാണല്ലോ കടന്നുപോയത്. അപ്പം അതിൽ ഗവൺമെന്റ് സംവിധാനം, കേരളത്തിലെ പോലീസ് സംവിധാനം, അതോടൊപ്പം തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. ഗോപാലകൃഷ്ണനും കുടുംബത്തിനും എതിരായ സൈബർ ആക്രമണത്തിൽ പുരുഷനോ സ്ത്രീയോ എന്നല്ല ഒരു മനുഷ്യനെയും മോശമായി ചിത്രീകരിക്കാൻ പാടില്ലെന്നും കെ.ജെ. ഷൈൻ. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ മടങ്ങിയെത്തിയ വൈപ്പിൻ എം.എൽ.എ. കെ.എൻ. ഉണ്ണികൃഷ്ണൻ ഉച്ചയോടെ മുനമ്പം ഡിവൈഎസ്പിയുടെ ഓഫീസിലെത്തി മൊഴി നൽകി. അപവാദ പ്രചരണത്തിന്റെ തുടക്കം പറവൂരിൽ നിന്നാണെന്നും എം.എൽ.എ. പറഞ്ഞു. എല്ലാ തെളിവുകളും ഇവിടെ നൽകുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് ബന്ധപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. അപവാദ പ്രചരണത്തിന്റെ ഉറവിടം എന്നുള്ളത് അന്വേഷണത്തിലൂടെ വ്യക്തമാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഫേസ്ബുക്കിന്റെ മാതൃകാ സ്ഥാപനമായ മെറ്റയ്ക്ക് സൈബർ പോലീസ് കത്ത് നൽകിയിട്ടുണ്ട്. അധിക്ഷേപ പോസ്റ്റുണ്ടാക്കിയവർക്കും പ്രചരിപ്പിച്ചവർക്കുമെതിരെ തുടർ നടപടികൾ ഉണ്ടാകും. പ്രധാന പ്രതികളായ കെ.എം. ഷാജഹാനെയും സി.കെ. ഗോപാലകൃഷ്ണനെയും വൈകാതെ തന്നെ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 കൊച്ചി.